ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്നാക്സ് റെസിപ്പി, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കിൻ്റെ കാര്യം ഞാൻ പറയുന്ന വീഡിയോയിൽ ലൈക്ക് നല്ല ഹൈക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് തീരുന്നതിന് മുമ്പേ ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നും നമ്മൾ കിച്ചണിന്നോ അകത്തുനിന്നോ ഒക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യൽ. ഇന്നിപ്പോൾ ഇതാ പുറത്തുനിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ നോക്കലാണ്. നമ്മൾ റമദാനിൻ്റെ മുമ്പേ ആണ് പുല്ലൊക്കെ ഒന്ന് കളയൊക്കെ പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ദിവസം അടിച്ചു വരുന്ന സമയത്ത് ആ കാണുന്ന അതിൽ വേറെ പുല്ല് വരും. സാധാ ഇങ്ങനെ നട്ട പുല്ലല്ലാതെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ കളയായിട്ട് എന്തെങ്കിലുമൊക്കെ വരും. അതിങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. സപ്പോർട്ടല്ലേ, സപ്പോർട്ടിൻ്റെ അടിയിൽ പുല്ല് വെക്കാൻ പറഞ്ഞിട്ട് പോയ പുല്ല് മുപ്പരത്തിനെ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഞാൻ അങ്ങനെ വരാൻ ഞാൻ ഇങ്ങനെ വരാനായിട്ട് പറഞ്ഞത്. ആദ്യം പോലെ നമുക്ക് നടാം, അതുപോലെ നട്ടാനൊരു നഷ്ടമാണ്. നമുക്ക് അങ്ങനെ വാങ്ങി വെക്കാം. അപ്പോൾ ആ കാണുന്നത് നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ പറിച്ച് കളയണം. ഇല്ലെങ്കിൽ അതിങ്ങനെ വളർന്ന് ഈ പുല്ലിനെ നശിപ്പിക്കട്ടെ. വേറെ ഇങ്ങനെ കറുകപ്പുല്ല് എന്ന് പറയുന്ന പുല്ലൊക്കെ അതിലേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ പിന്നെ ഇതിനെ നശിപ്പിക്കും. ഒരുപാട് കാടും കാര്യങ്ങളൊക്കെ ആയി വന്നാൽ പിന്നെ ഇതിൻ്റെ വളർച്ച അങ്ങ് നിന്ന് എന്തൊക്കെയോ ആയിപ്പോട്ടെ, കാടാവും കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ വരാൻ നമ്മൾ സമ്മതിക്കില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഇപ്പോൾ റഫീക്ക് കാണുമ്പോൾ റഫീക്ക് അങ്ങ് പറിക്കും. അടിച്ചു വരുന്ന സമയത്ത് ഞാനും പറിക്കും. ഇപ്പോൾ അടിച്ചു വരുമ്പോൾ നമുക്ക് എടുത്താൽ തീരാത്ത അത്രയും കള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഓരോ ഭാഗത്തു നിന്നായിട്ട് രണ്ടാളും കൂടെ തീർക്കലാണ്. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ അന്നത്തത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് രാവിലെ തന്നെ നമ്മളങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു ഭാഗം, ചെറിയൊരു ഭാഗം തീർക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പറിച്ച് പോന്നപ്പോൾ നനവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ രണ്ടാളും ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് വേഗം പറിച്ച് തീർക്കലാണ്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഴേൻ്റെ തൊട്ട് മുമ്പായിട്ട്, മഴ വരുന്നതിൻ്റെ നല്ലോണം മഴ പിടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒന്ന് നമ്മുടെ ഇത് അഷ്റഫ്ക്കല്ലേ ഇത് പുല്ല് കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അവരാരെങ്കിലും വിളിച്ചിട്ടൊന്ന് കട്ട് ചെയ്യിപ്പിക്കോട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടാണ് നിന്നോളൂ. പിന്നെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഒരു രീതിയിലേ വളർന്നു വരുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ച പുല്ല് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ട് നാശമായിട്ട് പോകില്ല കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ, സ്റ്റാർട്ടിങ്ങിനെ ഉറക്കായിട്ടത് മറ്റേ പുല്ലിനെ അത് നശിപ്പിക്കും. ഇത് ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കണം, അത് പറിക്കൂല. അങ്ങോട്ടേക്ക് കയറി ഇത് മൊത്താവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി മുറ്റം നമ്മൾ ആ പറിച്ചെടുത്തതും ഒക്കെ മുറ്റത്തുണ്ട്. പിന്നെ ഇന്നലെ കുരങ്ങന്മാരെ ആറാട്ടാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അത്രയും കളിയായിരുന്നു. ഒരു 10-30 അങ്ങ് വന്നിട്ട് കുറേ ആയിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് വരലില്ല കേട്ടോ. നമ്മളിങ്ങനെ കവണ വാങ്ങിയിട്ട് വെക്കല. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഓടുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്യുന്നു. വന്നിട്ട് അതിൻ്റെ ഇടയിലും ഞാൻ വന്ന് നോക്കിയിട്ടാ. ഒരു അരമണിക്കൂറോളം അവരെ പുറകിൽ ഞാനും നിശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും
പോകുന്നില്ല കേട്ടോ. ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാങ്ങ വലുതെല്ലാം പറിച്ചിട്ട്, അത്ര വലുത് നമ്മൾ മാങ്ങ അതിൻ്റെ മുകളിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവർ അതൊക്കെ പറിച്ചിട്ട് വെറുതെ കടിച്ചിട്ട് നിലത്തിടുക. സപ്പോട്ട അങ്ങനത്തെ ഒക്കെ ഈ ചപ്പൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വേണം കേട്ടോ. ഇവർ മരത്തിലൊക്കെ കയറിയിട്ട് കുലുക്കിയിട്ടും എന്തെല്ലോ കാട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് മുറ്റം ഭയങ്കര മോശമായിട്ടുള്ളത്. ഇത്രയും ചപ്പ് അല്ലെങ്കിൽ ഉണ്ടാവലില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന്. ഇന്നലെ മഴ പെയ്തപ്പോൾ വൈകുന്നേരം മഴ പെയ്തപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിലുണ്ടായിരുന്ന ചെടിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലുണ്ടായ പ്ലാന്റും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ കൊണ്ടുവന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ എന്തായാലും സിറ്റ് ഔട്ട് കാലിയാണല്ലോ, അപ്പോൾ സിറ്റ് ഔട്ടും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. എന്നിട്ട് പ്ലാന്റൊക്കെ ഒന്ന് തിരിച്ച് കയറ്റി വെക്കും കൂടെ ചെയ്താൽ പിന്നെ ഈ ഭാഗത്തേക്ക് വരണ്ട കേട്ടോ. ഇവിടെ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം പുറത്ത് ഓരോരോ പണിയെടുത്ത് നിന്നാൽ പോരാ, റഫീഖയ്ക്ക് പോകണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും എളുപ്പത്തിലുള്ള എന്തെങ്കിലും. പിന്നെ റഫീഖയ്ക്ക് ഇങ്ങനെ ഒപ്പിക്കൽ മീൻസ് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഒന്നും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ഇഷ്ടമുള്ളത് തന്നെ ആയിരിക്കണം. അത് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മൈൻഡിൽ വിചാരിക്കുകയാണ്, എന്തെങ്കിലും എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഈ ഓരോ പണികൾ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ട് പോട്ടെ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ സമയം വേണം. ഇതിപ്പോൾ ഞാൻ റഫീഖാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കേട്ടോ. ക്യാമറ എനിക്ക് സ്റ്റാൻഡിൽ വെക്കുന്നതിനേക്കാളും എളുപ്പമല്ല ഇങ്ങനെ ഒരാൾ പിടിച്ച് തരുമ്പോൾ. അപ്പോൾ എനിക്ക് വേഗം പണികൾ തീരുകയും ചെയ്യില്ല. ഇത് ഞാനാകുമ്പോൾ അത് ഒരു ആംഗിളിലേക്ക് മാറ്റണം, അപ്പുറത്തേക്ക് വെക്കണം, ഇപ്പുറത്തേക്ക് വെക്കണം, എന്നിട്ട് ഞാൻ റെഡി ആവണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കണ്ടേ. ഇതാകുമ്പോൾ ഒരാൾ എടുത്ത് തരുമ്പോൾ വേഗം പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചതും. അങ്ങനെ നമ്മൾ പ്ലാന്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല രസമാട്ടോ. എനിക്കിങ്ങനെ ഇഷ്ടമാണ് അതിൽ വെള്ളം ആക്കുന്നതും അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഇനി കിച്ചണിലേക്ക് വന്ന അതിന് ശേഷം എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിക്കൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പെട്ടെന്ന്. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഞാൻ എന്താ പറയുക, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്കിവിടെ നല്ല റഫീഖ സ്പെഷ്യലി നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു എഗ്ഗ് കറിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഈസി പീസി കറി എന്ന് പറയാം. നമുക്കൊരു ഫംഗ്ഷനിൽ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഇറച്ചി മീനൊക്കെ കഴിക്കാത്തവരുണ്ടാവില്ലേ, അവർക്ക് എഗ്ഗ് കഴിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ രാവിലെ നിങ്ങൾ സാധാ ഉണ്ടാക്കുന്ന എഗ്ഗ് കറിയിൽ നിന്നും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് എന്നാൽ നല്ല റിച്ച് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിൽ 2 സവാള വെളിച്ചെണ്ണ വെച്ചിട്ട് 2 സവാളയും കുറച്ച് കറിവേപ്പില, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇതിൽ ഞാൻ ചേർക്കുന്ന മസാല മാത്രം നിങ്ങൾ ചേർത്താൽ മതിയേ. 2 സവാള വഴറ്റിയെടുത്തു. അതിലേക്ക് ഒരു തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം രണ്ടും ഭയങ്കര സോഫ്റ്റ് ആവുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ചെറുതായിട്ട്. എന്നിട്ട് നമ്മളതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ സവാളയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, അത്രയും മതി കേട്ടോ. 2 വിസിലടിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും സവാളയല്ലേ അതൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മുളക് പൊടി എടുത്തപ്പോഴാണ് ഓർത്തെ ജാറിൽ മുളക് പൊടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. കുക്കർ 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഫ്ലെയിം എയർ പോയതിന് ശേഷം ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 എഗ്ഗ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. കട്ട് ചെയ്തിട്ടോ അല്ലാണ്ട് എങ്ങനെ വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉടച്ച് ചേർത്ത് കൊടുക്കല്ലേ, ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ്. ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമായി പോവണ്ട, നിങ്ങൾ കറിക്കനുസരിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം.
ഇനിയൊന്നുമില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തിളച്ച് മറിയൊന്നും വേണ്ട. നമ്മളിതിലേക്ക് ചേർത്ത മസാലപ്പൊടികളില്ലേ, നിങ്ങൾ ചോദിക്കും ഗരം മസാല വേണ്ടേ, ഇഞ്ചി വെളുത്തുള്ളി വേണ്ടേ, ഒന്നും വേണ്ട കേട്ടോ. അതിനെക്കൊണ്ടാണ് ഇത് ഭയങ്കര ഈസി കറി എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഈ കറിക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കറി ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു റിച്ച് ടേസ്റ്റുള്ള എഗ് കറിയാണേ, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനിതാ ഇന്ന് വയനാടൻ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിൻ്റെ ഞാൻ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിത് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ കേട്ടോ ഞാൻ പറയുന്നത്. ചെറുകിയ തേങ്ങ ഒരു പിടി എൻ്റെ കയ്യിന് ഒരു പിടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത്, ചെറിയ ജീരകം തന്നെ എടുക്കണം കേട്ടോ ഇതിലേക്ക്. അതിലൊരു 3-4 അല്ലി ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കുക. എന്നിട്ട് മിക്സിയിലെ ചെറിയ ജാറിലെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഉള്ളിയും ഒക്കെ ഒന്ന് ക്രഷായിട്ട് വരണം, ആ ജീരകവും എല്ലാം തേങ്ങയും എല്ലാം ഒന്ന് ക്രഷായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനിത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക, പക്ഷേ ടേസ്റ്റ് നെയ്യ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം, അതായത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് പത്തിരിപ്പൊടി, വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല, പച്ചരിപ്പൊടി കേട്ടോ, അതാണ് എടുക്കേണ്ടത്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പത്തിരിപ്പൊടിയൊക്കെ നൈസ് പത്തിരിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ഇത് അരി നിങ്ങൾ ഈ അളവിൽ പൊടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് നല്ല ടെക്സ്ചറിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം പൊടി ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല സോഫ്റ്റ് ഡോ നമുക്ക് കിട്ടണം കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ ഈ പൊടി നമുക്ക് കുക്കായിട്ട് കിട്ടും. നല്ല കട്ടിയുള്ള ആ ഒരു വയനാടൻ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയില്ല, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നെയ്പത്തിരി അല്ല, പൊരിച്ച പത്തിരി എന്നാണ് കേട്ടോ ഇതിനെ നമ്മളിവിടെ പറയുക. ഇത് വയനാടിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കായിട്ട് വരണമെങ്കിൽ ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നെയ്യപ്പൊക്കെ ഉണ്ടാകുന്നത് പോലെ പാളിപ്പോകാൻ ചാൻസ് ഉള്ള, അറിയാത്തവർക്ക് എപ്പോഴും പാളിപ്പോകുന്ന റേറ്റാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ അതൊന്ന് മാവൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ കൂട്ടില്ലേ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. ആദ്യം എന്തെങ്കിലും ഒരു തടിത്തവി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അതുകൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ചൂടൊക്കെ പ്രശ്നം ഉള്ളവർക്ക് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മാവ് കുറച്ചധികം ഉണ്ട്, ഞാൻ അതിൽ നിന്ന് വലിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. എത്ര വേണം നിങ്ങൾക്ക് എത്രയാണോ പരത്താൻ കഴിയുന്ന അതിനനുസരിച്ചുള്ള വലിയ ബോൾ എടുത്താൽ കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. റോളർ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അത്യാവശ്യം ഒരുപാടൊന്നും പരത്തിയെടുക്കണ്ട കേട്ടോ. പൊടിയോ എണ്ണയോ ഒന്നും നമ്മൾ ചേർക്കാതെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. കട്ടിയുള്ളതായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കണം. അതായത് നെയ്പത്തിരിൻ്റെ 2 കട്ടി വേണം കേട്ടോ. എന്നാലാണ് ഈ ഒരു പൊരിച്ച പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെയാണത് വേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു വലുപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത്, ഒരു കുപ്പീൻ്റെ അടപ്പോ ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം. നല്ല എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് പരത്തി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇതുപോലെ ഞാൻ 3 എണ്ണം ഈ ഒരു അളവിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൊടിയും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് പരത്തി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പെട്ടെന്ന് പത്തിരി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. പിന്നെ ഇതിന് മുകളിൽ വെച്ച് കൊടുത്താലും, പരത്തിയത് മുകളിൽ വെച്ച് കൊടുത്താലും ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് മാവല്ലേ, അപ്പോൾ ഒന്ന് പതുക്കങ്ങ് എടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, പതുക്കങ്ങ് എടുത്തു കഴിഞ്ഞാൽ മതി. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കട്ടെ. ശരിക്കുമല്ലേ ഈ പൊരിച്ച പത്തിരി കഴിക്കാനായിട്ട് ആളുകൾ വയനാട് വരുന്നുണ്ട് കേട്ടോ. മാനന്തവാടി ആ ഭാഗത്തൊക്കെ പോകുന്നുണ്ട്, നമുക്കറിയാൻ പറ്റുമേ. ഇതൊരു എന്താ പറയുക, ഇത് ഇങ്ങനെ രാവിലത്തെ കട്ടൻ ചായ അല്ലെങ്കിൽ പാലൊഴിച്ച ചായേൻ്റെ കൂടെ ഉണ്ടല്ലോ, ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നമ്മളൊക്കെ ഫേവറേറ്റ് ആണ്. നമ്മൾ നടന്ന് വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് വാങ്ങി വരലുണ്ട് കേട്ടോ കടയിൽ നിന്ന്. അപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൽ കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ.
ഇതാ ഇനി എണ്ണ ചൂടായി, എണ്ണ ഇങ്ങനെ ചൂടായി പുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചൂടായി വന്നാൽ ഇതാ ഇതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കുറച്ചധികം ഓയിലൊക്കെ വെച്ചിട്ട് കുറച്ച് വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് പാത്രത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാം കേട്ടോ. ചെറിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണേ പറ്റുള്ളൂ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 2-3 ആക്കിയെടുക്കും. ഞാനിപ്പോൾ ഒരു 3 വെച്ചിട്ടൊക്കെ എനിക്ക് ഇതിൽ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിരിക്കുക. ഒരു അര മിനിറ്റ്, 1 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു അര മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ചൂടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് സമയം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കാരണം കട്ടിയുള്ള പത്തിരിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അതിൽ നിന്ന് അത് കുക്കായിട്ട് വരണം 2 ഭാഗം. നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ റെഡി ആകുമ്പോൾ നമുക്ക് വേണ്ട ഒരു കളർ, ഒരു ഗോൾഡൻ കളർ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അത്രയും കളർ ഇഷ്ടമല്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറാക്കിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ആണ് ഇത് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം റെഡിയാകുമ്പോൾ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം റെഡിയാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. പിന്നെ സാധാരണ നെയ്പ്പത്തിരി പോലെ ഇതിങ്ങനെ പൊങ്ങി വീർത്ത് ബോൾ പോലെ ഒന്നും ആയി വരില്ല കേട്ടോ. ചെറിയൊരു പൊങ്ങൽ വരും, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ചെറിയൊരു പൊങ്ങൽ അതിൻ്റെ 2 ഭാഗവും ഇങ്ങനെ വരും. ഇത് കണ്ട ഇതുപോലെ. എന്നാൽ ഒരുപാടിങ്ങനെ വിട്ട് ഇങ്ങനെ ഉള്ളിലൊന്നും ഇല്ലാതെ അങ്ങനെയല്ല വരും കേട്ടോ. കാര്യം പൊരിച്ച പത്തിരി ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അങ്ങനെ പൊങ്ങി വരാൻ പാടില്ല കേട്ടോ. ഇതാ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട്, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഫുൾ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഉൾഭാഗം കുക്കായിട്ടുണ്ടാവില്ല, ഹാർഡായി പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തോ നല്ല പെർഫെക്റ്റ് വയനാടൻ പൊരിച്ച പത്തിരി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, എണ്ണ ചൂടായ എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര മിനിറ്റ്, കുറച്ച് സമയം, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത്രയും മതി കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് കുക്കാവട്ടെ. എന്നിട്ട് ഒരു ഭാഗം കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം നമുക്ക് വേണ്ട കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എണ്ണയൊന്നും കുടിക്കാത്ത ഒരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇതേ മാവിൽ നിങ്ങൾക്ക് നെയ്പ്പത്തിരി ഇല്ലേ, അതായത് കനം കുറച്ചിട്ടുള്ള നെയ്പ്പത്തിരി, അതും ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നെയ്പ്പത്തിരി പരത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതുപോലെ പരത്തി ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നെയ്പ്പത്തിരിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പൊരിച്ച പത്തിരിയൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇനി ബാക്കിയെല്ലാം ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതാ റെഡിയാണ്. ഇത് നമുക്ക് ബീഫ് വരട്ടിൻ്റെ കൂടെ, അല്ലെങ്കിൽ ബീഫ് കറീൻ്റെ കൂടെ, തേങ്ങ അരച്ചതിൻ്റെ കറീൻ്റെ കൂടെ, വരട്ടിൻ്റെ കൂടെ, ചിക്കൻ കറി, ഇതിൻ്റെ ഫിഷ് കറി, എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോവും. അല്ലാണ്ട് നമുക്ക് വെറുതെ ചായക്ക് കൂട്ടാനും അടിപൊളിയാണ് കേട്ടോ. കറിയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. പിന്നെ ചിലരിത്, ഞാൻ നെയ്യ് ചേർത്തില്ലേ, നെയ്യ് ചേർത്ത സമയത്ത് നെയ്യിലേക്ക് ഉള്ളിയും ഒക്കെ ക്രഷാക്കിയത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും. പക്ഷേ എനിക്ക് അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്ത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ചുകൂടെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടേ. മാറുന്നുണ്ടല്ലോ. കറിയിലിടാല്ലേ.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റഫീഖാൻ്റെ പോലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ പാത്രം കഴുകട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത എനിക്ക് ടാസ്ക് ആയിട്ടുള്ളൊരു പണിയാണ് പാത്രം കഴുകൽ എന്ന് പറയുന്നത്. കുറേ പേർക്ക് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാത്രം കഴുകൽ അങ്ങ് ഏറ്റെടുത്തോളൂ കേട്ടോ. ഞാൻ പാത്രം കഴുകിക്കോളാം എന്ന് പറയും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ പറയലില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ പാത്രം നമുക്ക് കഴുകിയല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ അതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏട്ടത്തിനെയോ ഉമ്മാനെയോ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോണിൽ വിളിക്കും കേട്ടോ. എന്നിട്ട് അത് അവിടെ സ്പീക്കറിൽ ഇട്ട് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് പാത്രം കഴുകാൻ ചെയ്യുക. അപ്പം എനിക്കത് തീരുന്നത് അറിയില്ല, പെട്ടെന്ന് തീരും. അപ്പോൾ ആ ഒരു സ്ട്രെസ് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രഭാഷണം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടും പാത്രം കഴുകലുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ ഈ ഡിഷ് റാക്കില്ലേ, അത് എവിടെ നിന്നാണെന്ന് കുറേ പേര് ചോദിക്കലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ജാംജുംബ വാങ്ങിയിട്ടില്ല, പാത്രക്കടകളിലൊക്കെ അത് കിട്ടും കേട്ടോ, അവൈലബിൾ ആണ്. ഇപ്പോൾ കോമൺ ആണ്. ഞാൻ വാങ്ങുന്ന സമയത്തൊക്കെ റയർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പാത്രക്കടയിലാണ് കൂടുതലുണ്ടാകുക, ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പണി തീരുന്ന സമയത്ത് ഇന്ന് തീരൂല കേട്ടോ. കാര്യം രാവിലെ കുറച്ച് അധികം പണി, കുറച്ച് എക്സ്ട്രാ പണികൾ എടുത്തില്ലേ. അപ്പോൾ റഫീഖ പോകുമ്പോഴത്തേക്കും എൻ്റെ പണികൾ കുറേയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി ബാക്കി കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ എല്ലാ പണി ഞാൻ പറഞ്ഞില്ല, നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ ബാക്ക് സൈഡ് കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം നമ്മൾ രണ്ടാളും കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ പണികളൊക്കെ, പുറത്തെ പണികൾ കേട്ടോ, അതെനിക്ക് വലിയ ഇതില്ലാത്ത പണികളാണ്, വശമില്ലാത്തവ. രണ്ടാളും കൂടെ നിന്നിട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ രണ്ടാളും കൂടെ ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇനി ലഞ്ചാക്കാനുണ്ട്. അപ്പോൾ ലഞ്ചിന് റഫീഖൊന്നും വാവ വീട്ടിലില്ല, പിന്നെ റഫീഖയും വരികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു വിശക്കുകയാണെങ്കിൽ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ, ചിലപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഒറ്റക്കായതുകൊണ്ട്. ഇനിയിപ്പോൾ അല്ല നല്ലോണം വിശക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പം എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ അപ്പം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ലഞ്ച് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വേഗം പണി തീർക്കുക എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ പാത്രം കഴുകിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ സിങ്ക് ആ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ലഞ്ചിലേക്കൊന്നും കാത്തു വെക്കണ്ട കേട്ടോ. അപ്പം തന്നെ അതങ്ങ് ക്ലീൻ ആക്കിയിട്ട് വെക്കുക കേട്ടോ. നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളെ സിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗമുള്ള ഏരിയ നമ്മൾ സോപ്പിട്ട് വെക്കുന്ന പാത്രം അതൊക്കെ എപ്പോഴും നീറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. ഡ്രൈ ആക്കിയിട്ട് വെക്കുക എപ്പോഴും. ചില വീടുകളിലൊക്കെ കാണാം കേട്ടോ, സിങ്കും ബാക്കി എല്ലായിടും ക്ലീൻ ആയിരിക്കും, പക്ഷേ സിങ്കും പാത്രം കഴുകുന്ന ചകിരി ആ ഒരു സോപ്പിൻ വെക്കുന്ന സ്ഥലം ആ ഏരിയ ഭയങ്കര മോശമായിട്ടിരിക്കും. അതെന്തോ ശ്രദ്ധയിൽപ്പെടാതെ ശ്രദ്ധിക്കാതെ എന്താ പറയുക, ഒരു കെയർലെസ് ആയിട്ട് വിടുന്നോണ്ടാണ് നമുക്ക് ഏറ്റവും രോഗം കൂടുതൽ വരുന്നത് നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ്. എന്നിട്ടൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ സിങ്കും എപ്പോഴും പാത്രം നമ്മൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയയും അതുപോലെ തന്നെ തുടച്ച് ആ ഒരു ഏരിയ മൊത്തം നമ്മൾ തുടക്കണം കേട്ടോ. ആ ഒരു നമ്മൾ പാത്രം കഴിയുന്ന ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ട് പോയാൽ പോരാ. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു സജഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ നമ്മൾ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കും കേട്ടോ. കുറേ നമുക്ക് രോഗങ്ങളും കുറയും. അങ്ങനെ ഇനി ഞാൻ പറഞ്ഞില്ലേ കുറേ യാത്രകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കല്യാണങ്ങളും അങ്ങനെയൊക്കെ വരുന്ന സമയത്തില്ലേ അലമാര മൊത്തം അലങ്കോലായിട്ടിരിക്കും കേട്ടോ. ഒരു ദിവസം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലല്ല, കുറച്ച് ഭാഗം ഒന്ന് നീറ്റാക്കി വെക്കാനുണ്ട്. പിന്നെ ഇട്ട ഡ്രസ്സ് മാത്രമല്ല, ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്നതൊക്കെ. ഇത് മതിയോ അത് മതിയോ എന്നൊക്കെ നോക്കും. എന്നിട്ട് അതവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് അതുപോലെ തന്നെ അലമാരയിലും കുറച്ച് അലങ്കോലായിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് അലമാര ഞാൻ ചെയ്യുന്നില്ല, അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് എടുത്തു വെക്കാട്ടോ ചെയ്യുന്നത്.
പോകുന്ന സമയത്ത് നമ്മൾ അതിട്ട് നോക്കി ഇതിട്ട് നോക്കി ഇതെല്ലാം മടക്കി വെക്കണമല്ലോ അല്ലെങ്കിൽ എടുത്ത് വെക്കണമല്ലോ എന്ന് ചിന്തിക്കില്ല. ഇതിപ്പോൾ ഇട്ട ഡ്രസ്സെല്ലാം ഒന്ന് അലക്കിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് സമയം കിട്ടുന്ന സമയത്ത് എടുത്ത് വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ മടക്കി വെക്കൽ ഈസി ആയിട്ടുള്ളൊരു പണിയാണ്. പക്ഷെ പെൻഡിങ് ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും മടിയുള്ള വീട്ടിലത്തെ ഏറ്റവും മടിയുള്ളൊരു പണി മടക്കി വെക്കലാണ് താനല്ലേ. അതിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട പണിയേ ഉള്ളൂ, തീർക്കാവുന്ന പണിയേ ഉള്ളൂ. ഇനിയിപ്പോൾ അകം മൊത്തം ഒന്ന് അടിച്ചു വാരിയാൽ മതി കേട്ടോ. ഇന്ന് തുടക്കാനൊന്നുമില്ല, 2 ദിവസം മുമ്പ് തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മേലെയും താഴെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് അടിച്ചു വാരുക ചെയ്യുന്നത്. ഇപ്പോൾ നല്ല മഴ പെയ്താലും ആ ചൂടും പകലൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ആണ്, അതുകൊണ്ട് പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ഭാഗവും അടിച്ചിട്ട് അത്രയും നല്ലതാണ്, അത്രയും പൊടി കുറയും ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്ലാന്റിന് വെള്ളം ശരിക്കും അകത്തുള്ള പ്ലാന്റിന് വരെ ഡ്രൈ ആയി പോകുന്നുണ്ട് കേട്ടോ എപ്പോഴും. ഇപ്പോൾ ശരിക്കും നമ്മൾ പ്ലാന്റൊക്കെ അകത്ത് വെച്ചവർ നന്നായി ശ്രദ്ധിക്കണം, മണ്ണിലൊക്കെ വെച്ചവർ കേട്ടോ. പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതില്ലേ, അന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇത് ഞാൻ വെച്ചിട്ടുണ്ടായില്ല, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ അത് വെച്ചതാണ് കേട്ടോ. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെസിൻ വർക്ക്. പിന്നെ ഇത് നമ്മൾ പേരൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഫ്രെയിം, അത് ഞാനിതാ ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഫോട്ടോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടെ. ഇപ്പം ഞാൻ ഫോട്ടോ അങ്ങനെ നമ്മളെ പിക്ക് ഒന്നും വീട്ടിലങ്ങനെ വെക്കല്ല കേട്ടോ, ഉള്ളത് തന്നെ ഞാൻ എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ് കേട്ടോ, ഇങ്ങനത്തെ എന്തെങ്കിലും ഖുർആൻ വാക്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ല വാക്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും അത്. പിന്നെ ഇത് ഞാൻ നമ്മളെ ഇതിൻ്റെ സമയത്ത് സെറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ഡ്രൈ ഫ്ലവർ ആ ഒരു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് വന്നപ്പോഴുള്ള ആ ഒരു ഫ്ലവറില്ലേ, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ എസൻഷ്യൽ ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഒരു ലിവിങ് ഭാഗം എവിടെയാണോ വെക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ ഈ ഒരു പോട്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് തന്ന അവരില്ലേ, ഇത് എനിക്ക് ഗിഫ്റ്റായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ മുസല്ല, ഹാമ്പേഴ്സ്, റെസിൻ വർക്ക്സ്, ഫ്രെയിം വർക്ക്സ്, വാളറ്റ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഇപ്പം ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ വരുന്ന ഈദിലേക്ക് 1-2 കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് ഞാൻ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നേരത്തെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് വാങ്ങാമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ ഇതുപോലെ ഗിഫ്റ്റ് എന്തെങ്കിലും ഹാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ ലിങ്ക് ഞാൻ പിന്നെ കമൻറ്റായിട്ടോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ മുസല്ല അങ്ങനത്തതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിലൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്ക്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഡെക്കോർ ഈദിന് അങ്ങനത്തെയൊക്കെ വാങ്ങുന്നതല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യത്തിന് ഞാൻ ഇവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരോട് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ലതാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ടേബിളും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ടേബിൾ നമ്മൾ റമദാനിലേക്ക് ചെയ്തതായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 എണ്ണം കല്ലിലും റഫിക്കാണ്ട് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടട്ടെ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ജോലി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റിംഗ്, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയമല്ല കുറച്ച് അധികം ടൈം വേണം നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാനായിട്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലഞ്ച് ഞാൻ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ലാന്ന്. അപ്പോൾ ളുഹറൊക്കെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെറുതായിട്ട് വിശപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാക്കുമല്ലോ. എന്നാലും ചോറൊന്നും ഞാൻ ആക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ചോറാക്കണ്ടെന്ന് ഈ ഒരാൾക്കായിട്ട് എന്ത് വെക്കാനാന്ന് വിചാരിച്ചിട്ടാട്ടോ. അത് കുറച്ചധികം വെക്കുമ്പോൾ പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കണം. പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ആക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ബാക്കി അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ അത് കഴിക്കൂല. അപ്പോൾ അങ്ങനെ അതൊരു മോശമായിട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ 2 ചപ്പാത്തി പരത്തിയെടുത്തോട്ടെ. 2 ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചുട്ടെടുക്കട്ടെ. ഇത് ശരിക്കും ഞാൻ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. ചപ്പാത്തി വാവുണ്ടാകുമ്പോൾ പിന്നെ എന്തായാലും ചപ്പാത്തി വേണമല്ലോ. ചപ്പാത്തി എന്തായാലും പരത്തലുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കലില്ല കേട്ടോ.
അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കുക ചെയ്തത്. ഇനി അതിലേക്കൊരു ഫില്ലിംഗ് ആയിട്ട് റോളാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തു, സവാള എടുത്തു, ക്യാരറ്റ് എടുത്തു, എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി എടുക്കുക, കുക്കുംബർ എടുക്കുക, അങ്ങനെ ക്യാബേജ് എടുക്കുക, നിങ്ങളുടെ കയ്യിൽ എന്താണോ അതൊക്കെ എടുക്കുക. കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ ഇതാ കുറച്ച് പെപ്പർ, അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് പെപ്പർ ഇട്ട് കൊടുത്തു, ഉപ്പ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മയണൈസിന് ഒട്ടും പുളിയില്ല കേട്ടോ, അതുകൊണ്ട് എഗ്ഗൊക്കെ അല്ല, അപ്പോൾ കുറച്ച് പുളിക്ക് ഇട്ട് കൊടുത്താൽ. നിങ്ങൾ മയണൈസ് പുളിയൊക്കെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കാം കേട്ടോ, ചേർക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ആയി വെജിറ്റബിൾസ് അല്ലേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും നമ്മൾ ഇളക്കുന്ന സമയത്ത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ബീട്രൂട്ട്, ക്യാരറ്റ്, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കേട്ടോ. അത് ശരിക്കും ഇതാ ഒരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര എഗ്ഗാണ് വേണ്ടത് അത്രയും. ഞാൻ 2 എഗ്ഗ് എടുത്തേ, കാരണം 2 റോളിനുള്ള ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ 2 റോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. റഫീഖക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒഴിച്ച ഉടനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ചപ്പാത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടിഭാഗം സെക്കൻഡുകളൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് അപ്പോഴാണ് നമുക്ക് മറിച്ചിടാൻ പറ്റും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പാനിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ആക്കിയെടുത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ എഗ്ഗ് വെച്ചിട്ടുള്ള മയണൈസ് ഇല്ലേ, ഒരുപാട് മയണൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് വെച്ചിട്ടുള്ളത്, എഗ്ഗ് പുഴുങ്ങിയിട്ടുള്ളത്, പാല് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത്, അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിലുള്ള മയണൈസ് ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കി അത്രയും ഹെൽത്തി അല്ലേ. പിന്നെ അത് സ്പ്രെഡാക്കി കൊടുത്തു. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം കഴിക്കാൻ അതിനനുസരിച്ച് ആക്കി കൊടുക്കാം കേട്ടോ. ഇനിയും വേണമെങ്കിൽ ഇനി ആക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എഗ്ഗിലല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എഗ്ഗ് റോളാണ്, എഗ്ഗ് റാപ്പ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി അല്ല നിങ്ങളെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ എഗ്ഗ് ചെയ്യേണ്ട കാര്യമില്ല. ചപ്പാത്തി മാത്രം ആക്കിയിട്ട് അതിൽ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് വെജിറ്റബിൾസൊക്കെ ആക്കിയിട്ട് കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര വെജിറ്റബിൾസ് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഇങ്ങനെ തന്നെ നമുക്കൊരു ബട്ടർ പേപ്പർ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഷവർമയൊക്കെ ആക്കി എടുക്കുമല്ലോ, റോളൊക്കെ ആക്കി എടുക്കില്ല, അതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ അവർക്ക് ആക്കി കൊടുത്തു നോക്കട്ടെ. ചപ്പാത്തിയിലാകുമ്പോൾ പിന്നെ ഹെൽത്തി അല്ല എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചിക്കനൊന്നും വേണമെന്നില്ല കേട്ടോ, ചെയ്ത് കൊടുക്കുക. എഗ്ഗ് പുഴുങ്ങിയത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഈവനിങ് സ്നാക്സ് ആയിട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ രാത്രി വൃത്തിക്ക് വന്നതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ബാബും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്. അപ്പോൾ ഇവർ ഇപ്രാവശ്യം വൈത്തിരിയിൽ റൂം എടുത്തിട്ടോ, റിസോർട്ട് എടുക്കുകയാണ് ചെയ്തത്. അവർ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിൽ നമ്മൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു രസമാക്കിയിട്ട് അങ്ങനെ പോവാട്ടോ ചെയ്തത്. അപ്പോൾ കുട്ടികൾ ട്വിൻസ് ആണോ എന്ന് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതെ കേട്ടോ, ട്വിൻസാണ് അവർ. നല്ല ഐസ് ഇട്ടാണ് റഫീഖ്. ഞാൻ കുടിക്കുന്നതാണ് ചീത്ത പറയുന്നത്. ഹലോ
അതാ ഇവര് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വെറുതെ ഓടുക ചെയ്യട്ടോ. എന്തിനാ ഓടുന്നത് അവർക്കും അറിയില്ല. വെറുതെ അങ്ങനെ പോവാണ് ചെയ്യുക. അത് ഹോട്ടലിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ പോവാണ് ചെയ്യുക, ഇരിക്കൂല. നല്ല രസമാണ്. രണ്ടാളും ഒരുപോലെ ആയതുകൊണ്ട് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. കാണുമല്ലോ, രണ്ടാളും കൂടി വാങ്ങി. ബ്ലൂ ലേഡിയാണ് ഞാൻ വാങ്ങിയത്. കാണുന്നില്ല കേട്ടോ നിങ്ങളെ ഗിഫ്റ്റ്. നല്ല മണം കേട്ടാ. കെട്ടി പിടിച്ചു കൊടുക്കാവോ? അന്ന് അവിടെ വന്നു എത്ര നേരം ചോദിച്ചു. അത് വീഡിയോയിലുണ്ട്. ആകെ ഒരു അരമണിക്കൂറോളം ഉണ്ട്. ടാറ്റ പറ, ടാറ്റ പറ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.